കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാമത് വാക്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഈ വാക്യം അനുഗ്രഹീതമാണ്. അപ്പോൾ തന്നെ നമുക്ക് ഇന്നത്തെ ആത്മീക തലത്തിൽ ചിന്തിക്കേണ്ട ഒരു അനുഗ്രഹീത വചനവും കൂടെയാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിപ്പാനിടയാണ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്ന സമയത്ത് ശിഷ്യന്മാരെയും അപ്പോൾ തന്നെ അനുഗമിച്ചിരുന്ന പുരുഷാരത്തെയും പഠിപ്പിച്ച അനുഗ്രഹീതമായ ഒരു വാക്യം. എന്താണ് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്? പലപ്പോഴും പലരും, ഞാൻ ഉൾപ്പെടെ ഇല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും പറയാറുണ്ട്, ഞാൻ കർത്താവിനെ അറിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ കർത്താവിന് രക്ഷിതാവായി അംഗീകരിച്ചു എന്നൊക്കെ പറയുന്ന ആൾക്കാർ അനേകരായിട്ട് നമുക്കിന്ന് കാണുവാൻ തക്കവണ്ണം കഴിയും. നമ്മളെല്ലാം അറിഞ്ഞ് മനഃപൂർവ്വമായിട്ട് പറയുന്നതല്ല, എങ്കിൽ പോലും നമ്മൾ പറയാറുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഇത്ര വർഷമായി, ഞാൻ സ്നാനപ്പെട്ട് ഇത്ര വർഷമായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, നമ്മൾ സ്നാനപ്പെടുന്നതിന് മുമ്പ്, നമ്മൾ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നമുക്ക് സ്നാനപ്പെടാൻ പറ്റിയത്, ഇല്ലെങ്കിൽ നമുക്ക് രക്ഷിക്കപ്പെടാൻ പറ്റിയത്, അല്ലെങ്കിൽ നമുക്ക് സഭയിൽ വരാൻ പറ്റിയത്. കർത്താവ് നമ്മൾ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ദൈവമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ അതിനകത്ത് കാരണമല്ല. ഞാനാണെന്നുള്ള ചിന്ത പറയുമ്പോൾ തന്നെ ഇത് പ്രശ്നമാണ്. കാര്യം അങ്ങനെ അല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വ്യക്തമായിട്ട്. അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്, സ്തോത്രം, എന്നെ അറിയാൻ, എന്നെ മനസ്സിലാക്കാൻ, ഞാൻ ദൈവമെന്ന് അംഗീകരിക്കാൻ വേണ്ടി കർത്താവ് നമ്മൾ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ആഴമെന്ന് പറയുന്നത്. അങ്ങനെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നമുക്ക് കർത്താവിനെ അറിയുവാൻ പറ്റിയത് എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും അനുഗ്രഹീതമായതാണ് തിരുവചനത്തിൻ്റെ ആഴം. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്, എന്തിനൊക്കെ വേണ്ടി എന്നുള്ള 3 കാര്യങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. 1, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്. 2, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന്. 3, നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായി തന്നെ. സ്തോത്രം. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാൻ. അപ്പോൾ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. 1, നമ്മൾ ഫലം കായ്ച്ചു കൊണ്ടേയിരിക്കണം. 2, ഫലം കായ്ച്ചാൽ മാത്രം പോരാ, ആ ഫലത്തിൽ എന്ത് ചെയ്യണം? നിലനിൽക്കണം. നമ്മളെല്ലാവരും ഫലം കായ്ക്കുന്നവരാണ്, പക്ഷേ ഫലത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ പലപ്പോഴും പലരും അതിൽ ഫെയിലിയറാണ്, പരാജയപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ തിരുവചനം പറയുന്നത് നമ്മൾ ഫലം കായ്ക്കുന്നതായിട്ട് മാത്രം ഇരുന്നാൽ പോരാ, ആ ഫലത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടവരണം. 3, പറയുന്നൊരു കാര്യം, നമ്മൾ പിതാവിനോട്, പുത്രനായ കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ പിതാവിനോട് അപേക്ഷിക്കുന്ന പല വിഷയം, അത് ഭൗതികമാകാം ആത്മീകമാകാം, ഇത് നമുക്ക് ദൈവം തരണമെങ്കിൽ ദൈവം എന്ത് ചെയ്യണം? നമ്മളെ തിരഞ്ഞെടുക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനകത്ത് 1, നമ്മൾ ഫലം കായ്ക്കുക, 2, നമ്മുടെ ഫലം നിലനിൽക്കുക, 3, നമ്മൾ പിതാവിനോട് അപേക്ഷിക്കുന്ന കാര്യങ്ങൾ പിതാവ് നമുക്ക് തരേണ്ടതിന് വേണ്ടിയും കൂടെയാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ അപേക്ഷിക്കുന്നതുകൊണ്ടല്ല ദൈവം നമുക്ക് തരുന്നത്. അല്ല, സ്തോത്രമല്ലേലൂയ. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത് ആ പദവിയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ മറുപടിയും മഹത്വവും അതിനകത്ത് വെളിപ്പെട്ട് വരും. അതുകൊണ്ട് ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം ഇടവരുത്തട്ടെ. നമ്മുടെ പ്രവൃത്തികളോ, നമ്മുടെ ചിന്തകളോ, നമ്മുടെ ഗമനങ്ങളോ ഒന്നുമല്ല ആ തിരഞ്ഞെടുപ്പിന് കാരണം. നമ്മുടെ യോഗ്യത നോക്കാതെ, നമ്മുടെ കഴിവ് നോക്കാതെ, സ്തോത്രം, നമ്മുടെ ബലമോ പുട്ടിയോ നോക്കാതെ അവൻ നമ്മെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് വിശ്വാസജീവൻ നയിക്കുക. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടിയിൽ മറയ്ക്കണം. ആത്മീക ഭൗതിക മേഖലകളും അനുഗ്രഹങ്ങളും വിശാലതകളും വിടുതലുകളും കണ്ട് കർത്താവിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ, സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി അവിടെ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സമസ്ത മേഖലകൾക്കകത്തും യഹോവയുടെ കൃപയും കരുതലും വെളിപ്പെട്ട് വരുക ദൈവം ഇടവരുത്തണം. എല്ലാം മഹത്വം കർത്താവിന്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.